വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് തുവാനീശ ഒരുക്കുന്ന വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. നമ്മളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരങ്ങൾ എന്ന സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാൻ, ദൈവകൃപയാൽ ജ്വലിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപ, ദൈവിക തേജസ്, ദൈവിക മഹത്വം നേടിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോട് മലാപാണ് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യനായ സർവേശ്വര എന്നേക്കും ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ സഹോദരങ്ങളെ, വിലാപങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനമാണത്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വർണത്തോളം വിലയുള്ളവരാണ് നമ്മളെല്ലാം. നമ്മളൊക്കെ ദൈവത്തിൻ്റെ വിശുദ്ധമായ മന്ദിരമാണ്. എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ദൈവം. സ്വർണത്തിന് മങ്ങലേൽക്കാനുള്ള കാരണം എന്താ? സ്വർണം ശുദ്ധി ചെയ്യപ്പെടാത്തതാണ്. സ്വർണം എങ്ങനെയാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, അതുപോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരോ സഹനത്തിൻ്റെ ചൂളയിലും. അപ്പം സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, സഹനത്തിൽ ശുദ്ധി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് മങ്ങലേറ്റ് പോകും. അപ്പോൾ മങ്ങലേൽക്കാതിരിക്കണമെങ്കിൽ സഹനങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം ആവശ്യമാണ്. സഹനത്തിൻ്റെ ചുളയിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോഴാണ് സ്വർണത്തിന് മങ്ങലേൽക്കാതെ അവന് ശുദ്ധീകരണം ഉണ്ടാകുന്നത്.
നമ്മൾ പലപ്പോഴും കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ചില സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാവുകയാണ്, നിരാശപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മളെ ഓർത്ത് വിലപിക്കുകയാണ്. ഈ സ്വർണത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ, ഈ തങ്കത്തിന് മാറ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അഗ്നിയിൽ സഹനമാകുന്ന വേദനകളാകുന്ന കുരിശുകളാകുന്ന അഗ്നിയിലിട്ട് തിളക്കമുള്ളതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയോട് നമുക്ക് സഹകരിക്കാനാവുന്നുണ്ടോ? രണ്ടാമത്തെ ദൈവത്തിൻ്റെ ചോദ്യമാണ്, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്ക് ചിതറിക്കിടക്കുന്നു. വിശുദ്ധ മന്ദിരം ഏതാ? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാണ്. ക്രിസ്തു ശിരസ്സായ സഭയുടെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ മന്ദിരം, പരിശുദ്ധമായ ദേവാലയം ഞാനും നിങ്ങളുമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക, അതാണ് യഥാർത്ഥമായ ആരാധനയെന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം സാത്താനെ പൂജിക്കുന്ന വിധത്തിലുള്ള അശുദ്ധികൾക്കും അശ്ലീലതകൾക്കും അധാർമികതയ്ക്കുമൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്ക് ചിതറിക്കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കാതിരിക്കുവാൻ ശരീരത്തിൽ ചില സഹനങ്ങൾ ദൈവം അനുവദിച്ചു തരും. അതാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിന് 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പാപത്തോട് വിടവാങ്ങണമെങ്കിൽ ശരീരത്തിൽ സഹിക്കണം. അപ്പോൾ ഈ സഹനത്തിൻ്റെ മൂല്യം, സ്വർണത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ, വിശുദ്ധ മന്ദിരം തകർക്കപ്പെടാതിരിക്കാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് ദൈവിക പദ്ധതിയിൽ ഒരുക്കി തന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, സ്വർണത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി, വിശുദ്ധ മന്ദിരത്തെ കൂടുതൽ വിശുദ്ധിയുള്ളതാക്കുന്നതിന് വേണ്ടി ദൈവം തരുന്ന ദാനമാണ്, ദൈവം തരുന്ന കൃപയാണ്, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ജീവിത സഹനങ്ങൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത മാതൃക ക്രിസ്തുവാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പീഡനങ്ങൾ അവൻ്റെ അവകാശമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ചേരുക എന്നതാണ് അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ചേരുക എന്ന് പറഞ്ഞാൽ സഹനത്തോട് യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? വേദനകളോടും കുരിശിനോടും യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. സഹനത്തോടുള്ള യേശുവിൻ്റെ മനോഭാവമാണ് യേശുവിനെ കൂടുതൽ തിളക്കമുള്ളവനാക്കി മാറ്റിയത്, ഉത്ഥാനത്തിന് മഹത്വത്തിലേക്ക് അവനെ ആനയിച്ചത്. യേശുവിൻ്റെ മനോഭാവം ഒന്നാമത്തത്, പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിതാവിന് അസാധ്യമായി ഒന്നുമില്ല. ഗെത്സമേൻ തോട്ടത്തിൽ പരമപിതാവിൻ്റെ സന്നിധിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ ഈശോ പ്രാർത്ഥിച്ചത്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണല്ലോ. അപ്പം പിതാവിൻ്റെ ഹിതമായി തൻ്റെ ജീവിതത്തിലെ കുരിശിനെയും സഹനത്തെയും സ്വീകരിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് യേശുവിൻ്റെ മനോഭാവം. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെയും വേദനകളെയും സഹനങ്ങളെയും ഒക്കെ പിതാവ് അനുവദിച്ച് തന്നിരിക്കുന്നതാണ്. എന്തുമായിക്കോട്ടെ, പിതൃഹിതമാണിത്. പിതാവ് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഈ ഒരു മനസ്സോടുകൂടി സഹനങ്ങളെയും വേദനകളെയും കുരിശുകളെയും ഒക്കെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക. അവന് സഹനങ്ങളുണ്ടാവും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ ആ സഹനത്തെ അവൻ വിജയിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അവനുണ്ടാവണം. എൻ്റെ പിതാവ് എല്ലാം അറിയുന്നവനാണ്. എൻ്റെ പിതാവിൻ്റെ അറിവ് കൂടാതെ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്ന കുരുവികളിൽ ഒന്നുപോലും താഴെ വീഴുകയില്ല. തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് എൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടിയാണ്. എൻ്റെ പിതാവ് ഇതിൻ്റെ പിന്നിലൊരു നന്മയുടെ പദ്ധതി ഒളിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. യേശുവിൻ്റെ മനസ്സ് അവിടെയാണ് നമ്മൾ കാണുന്നത്. ഇതെൻ്റെ പിതാവ്, അത് പിതാവേ, ഈ മണിക്കൂറിലേക്ക് ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത്.
ഈ മണിക്കൂർ എന്തിനു വേണ്ടിയാണ്? ഇത് കടന്നു പോകണേന്ന് അറിയാതെ മാനുഷികമായി ഒന്ന് പ്രാർത്ഥിച്ചു പോയെന്നേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത്. എൻ്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന നിയോഗം ഇതാണ്. എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാസായാണിത്. ഇത് കുടിക്കണം. ഗെത്സമേൻ തോട്ടത്തിൽ കല്ലിന്മേൽ മുട്ടുകുത്തി നിന്ന് അപ്പൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് മകനെ പോലെ ഈശോ യാചിക്കുകയാണ്. പക്ഷെ ആ യാചനയിൽ അവനൊരു പിടിവാശിയല്ല, മറിച്ച് പിതാവേ അവിടുത്തെ ഇഷ്ടം അത് നടക്കട്ടെ. അപ്പൻ്റെ ഇഷ്ടത്തിനു മുമ്പിൽ എന്ത് വില കൊടുക്കാനും മടിക്കാത്തൊരു മകനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇതുപോലെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ അപ്പനായ ദൈവത്തിൻ്റെ മുമ്പിൽ അപ്പൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി ഏത് സഹനവും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളായിക്കോട്ടെ, സാമ്പത്തിക ക്ലേശങ്ങളായിക്കോട്ടെ, ഒന്നിനു പറയുക ഒന്നായി വരുന്ന രോഗപീഠകളായിക്കോട്ടെ, എൻ്റെ മനസ്സിനെ തളർത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അനുഭവങ്ങൾ എന്തുമാകട്ടെ, എല്ലാം പിതാവേ അവിടുത്തെ തിരുവുള്ള നിറവേറ്റുവാൻ ഞാനിതാ ആഗ്രഹിക്കുന്നു. ആ ബോധ്യത്തോടെ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൽ കാണുന്ന രണ്ടാമത്തെ മനോഭാവം, പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന്. ശാന്തത കൈവിടാത്തൊരു യേശു. അവൻ ശാന്തനായിരുന്നു. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന, രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരു വാക്കുപോലും മാറിച്ചുരിയാടാതെ പൂർണ്ണ സമ്മതത്തോടുകൂടി പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചവനെന്നുള്ള ബോധ്യത്തോടുകൂടി ഇനി നടക്കുന്നതെല്ലാം പിതാവിൻ്റെ ഇഷ്ടമാണ്. പീലാത്തോസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും ഹെരോദേസിൻ്റെയും ഒക്കെ മുമ്പിൽ ശിരസ്സു നമിച്ച് അവരുടെ ജനക്കൂട്ടം അവൻ്റെ മേൽ ആരോപിച്ച സകല തെറ്റുകളും കുറ്റങ്ങളും നിഷേധിക്കാതെ പിതാവ് ആഗ്രഹിച്ച് എനിക്ക് തന്നിരിക്കുന്നതാണ്. ഞാൻ കുറ്റക്കാരനല്ല, പക്ഷേ എൻ്റെ പിതാവ് കുറ്റക്കാരായവരെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി അവരുടെ കുറ്റം എനിക്കേൽപ്പിച്ച് തന്നിരിക്കുന്നു. ആ ശാന്തതയോടെ അതങ്ങ് സ്വീകരിക്കുകയാണ്. തിരിച്ചു പ്രതികരിക്കുന്നൊരു യേശുവിനെ നമ്മൾ കാണുന്നില്ല. ഇത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആരുടെയൊക്കെയോ പാപപരിഹാരം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതിൽ സന്തോഷിക്കുന്ന ഒരു ശാന്തത യേശുവിൻ്റെ മുഖത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എതിരെ വരുന്നവനെ എത്രയും വേഗം അരിഞ്ഞു വീഴ്ത്തുക എന്നുള്ളൊരു പോളിസിക്കാരാണ് നമ്മളൊക്കെ. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അവനോട് അല്ല അവളോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന മനോഭാവത്തോടു കൂടി ഒരേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു പ്രവണത, പ്രത്യേകിച്ച് നമ്മുടെ പിടിവാശി, നമ്മുടെ ഈഗോ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തോറ്റുകൊടുക്കാൻ, കുറ്റക്കാരാണ് എന്ന് മറ്റുള്ളവർ അറിയാൻ ഇടവരാത്ത വിധത്തിൽ എന്നും ജയിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ തോറ്റുകൊടുക്കുന്ന യേശുവിൻ്റെ മനസ്സും മനോഭാവവും, ശാന്തമായി ഒരു പരാജിതനെ പോലെ നിൽക്കുന്ന യേശുവിൻ്റെ മനസ്സ്, ഇത് നമുക്ക് ജീവിത ദുഃഖങ്ങളിലും സഹനങ്ങളിലും സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ അമ്പേ പരാജയമാണ്. അവൻ ന്യായീകരണങ്ങൾക്ക് പോകുന്നില്ല. അവനെ ജനം മുഴുവൻ കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അവനതിനെ എതിർക്കാനോ ന്യായീകരിക്കാനോ തിരിച്ചവരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും പോകാതെ പൂർണ്ണ മനസ്സോടുകൂടി ഇത് ഏറ്റെടുക്കുന്നു. അതിന് അപ്പുറമുള്ള നന്മയാണ് അവൻ കാണുന്നത്. ഞാനിത് ശാന്തതയോടെ സ്വീകരിക്കുമ്പോൾ ഇതിലൂടെ അനേകം മക്കൾക്ക് വിടുതൽ സംഭവിക്കുന്നുണ്ട്, അനേകം മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും വേദനകളെയും ഒക്കെ നമ്മൾ ശാന്തതയോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വിടുതൽ സംഭവിക്കും, നമ്മുടെ തലമുറകൾക്ക് വിടുതലുണ്ടാവും, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ അനുഗ്രഹം വർഷിക്കപ്പെടും. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ഉദ്യമങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ നിറയും. ശാന്തതയോടെ, ശാന്തശീലനായ യേശുവിൻ്റെ മനസ്സോടെ സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി,
ഹല്ലേലൂയ. സ്വർണം വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധ മന്ദിരം തകർക്കപ്പെടരുത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മൂന്നാമതായി യേശുവിൽ നമ്മൾ കാണുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും, പ്രിയപ്പെട്ടവരെയും ശത്രുക്കളെ പോലും അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 വർഷക്കാലം തൻ്റെ കൂടെ നടന്ന തൻ്റെ അരുമ ശിഷ്യന്മാര് ഒരുവൻ ഒറ്റിക്കൊടുത്തു, ശിഷ്യപ്രമുഖൻ തള്ളിപ്പറഞ്ഞു, മറ്റുള്ളവരെല്ലാം ഓടി ഒളിച്ചു. എന്നിട്ടും അവരെ ആരെയും തള്ളിക്കളയാൻ യേശുവിന് മനസ്സ് വന്നില്ല. ഓരോരുത്തരെയും തിരിഞ്ഞു നോക്കുകയും വ്യസനത്തോടെ അവരെ ഓർക്കുകയും മാത്രമേ യേശു ചെയ്തുള്ളൂ. സ്നേഹിത എന്നാണ് യൂദാസിനെ യേശു വിളിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന് അവരെ ആരെയും കുറ്റപ്പെടുത്താനാവുന്നില്ല. അവരുടെ അവസ്ഥ യേശു മനസ്സിലാക്കുകയാണ്, അവരുടെ അറിവില്ലായ്മ മനസ്സിലാക്കുകയാണ്. സഹനത്തിന് കാരണമായ വേദനകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരുടെയും അറിവില്ലായ്മയെ മനസ്സിലാക്കുന്ന യേശു, എൻ്റെ നിഷ്കളങ്കത ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ദൈവപുത്രനാണ് എന്നിവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇവരിത് ചെയ്യില്ലായിരുന്നു. ഒരുപക്ഷേ ഇവർ റോമാ പടയാളികളായിരുന്നു കൊണ്ടാകാം. ഇവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടി അവർ നിർവഹിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത്. ഈ കുറ്റം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ കുറ്റമാണ്. അത് ഞാൻ ഏറ്റെടുത്തു. അപ്പം മനുഷ്യർക്ക് മുഴുവൻ വിടുതലായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരാരും കുറ്റക്കാരല്ല പിതാവേ, ഇവരോട് കരുണയായിരിക്കണേ, ഇവരോട് ക്ഷമിക്കണേ എന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശുവിൻ്റെ മനോഭാവം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നമുക്കുള്ള മനോഭാവം എന്താ? ആരാണോ അതിന് കാരണമായത് അവരെ നമുക്ക് ലഭിച്ചതിനേക്കാൾ വലിയ സഹനത്തിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ നമ്മളാലാവുന്ന ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ്. നമുക്കെതിരെ കൈ ഉയർത്തുന്നവൻ്റെ കൈ തകർക്കാനായി ഏത് വഴിയും പോകാൻ മടിയില്ലാത്തവർ. ക്രിസ്ത്യാനിയോട് ക്രിസ്തു പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമായൊരു മാതൃകയുണ്ട്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവിനൊരു വേദനയുണ്ട്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർണത്തെ തിളക്കമുള്ളതാക്കാൻ, തങ്കത്തിന് മാറ്റുകൂട്ടാൻ, വിശുദ്ധ മന്ദിരത്തെ ഉറപ്പിച്ചു നിർത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് അറിഞ്ഞനുവദിച്ചു തരുന്ന സഹനങ്ങളോടുള്ള നമ്മുടെ പുറംതിരിഞ്ഞു നിൽപ്പാണ് സ്വർണം മങ്ങുന്നതിന് കാരണമായത്. യേശുവിൻ്റെ മനോഭാവത്തോടുകൂടി സഹനങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്തപ്പോഴാണ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള മാർഗമായി സഹനത്തെ കൃപയാക്കി മാറ്റാൻ കഴിയാത്തപ്പോഴാണ് സ്വർണം മങ്ങിപ്പോകുന്നത്. യേശുവിൻ്റെ 3 മനോഭാവങ്ങൾ നമുക്ക് മാതൃകയാകട്ടെ, പ്രചോദനമാകട്ടെ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, അതിനായിട്ട് അങ്ങ് സമർപ്പിക്കുക. ശാന്തത കൈവിടാതെ പ്രതികരണം ദൈവചിങ്കിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഓരോരുത്തരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സഹനത്തിന് കാരണമായവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അപ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിക്കും. നമ്മൾ കൃപയ്ക്കുമേൽ കൃപ സ്വന്തമാക്കും. ഈ ഒരു വലിയ അഭിഷേകത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളൊരു അനുഗ്രഹമാകണം. നിങ്ങളിലൂടെ അഭിഷേകം കടന്നു വരണം. നിങ്ങളാകുന്ന സ്വർണം തിളക്കമുള്ളതാകണം. നിങ്ങളാകുന്ന തങ്കം കുടുംബത്തിന് മുഴുവൻ മാറ്റുകൂട്ടുന്നതാകണം. നിങ്ങളാകുന്ന വിശുദ്ധ മന്ദിരം അനേകരിലേക്ക് വിശുദ്ധി ഒഴുക്കുന്ന പരിശുദ്ധമായ ആലയമാകണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന
നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും യാചനാപുറം തുറന്നു പിടിച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന എല്ലാ സഹനങ്ങളെയും കുരിശുകളെയും വേദനകളെയും യേശുവിൻ്റെ മനോഭാവത്തോട് ചേർത്ത് നമ്മളെ തിളക്കമുള്ളതാക്കാൻ ദൈവം തരുന്ന വലിയ അനുഗ്രഹമാണെന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത യേശുവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹനങ്ങളെയും വേദനകളെയും യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് അത്ഭുതകരമായ സ്വർഗീയ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ കുരിശിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ എല്ലാ കെണികളെയും അതിജീവിക്കുവാൻ സഹനത്തിൻ്റെ ചൂളയിൽ തിളക്കമുള്ള സ്വർണ്ണങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ വിശുദ്ധ മന്ദിരം വഴി കവലകളിലാകാതെ വിശുദ്ധി പ്രസരിപ്പിക്കുന്ന ദൈവകൃപയൊഴുകുന്ന യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരിമളമായി മാറുന്ന പരിശുദ്ധമായ ആലയങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഏറ്റെടുക്കണമേ, നിയന്ത്രിക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരക്കത്താൽ മുദ്രയിട്ട് യേശുവിൻ്റെ കുരിശിനാൽ അടയാളം, കുരിശടയാളത്താൽ മുദ്രിതരാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ തിന്മകളും തിന്മയുടെ സാഹചര്യങ്ങളും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളും അശുദ്ധിയിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവണതകളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപയുണ്ടാകട്ടെ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ